بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കേൾക്കുന്നതിനു വേണ്ടിയുള്ള ഈ ഇരുത്തം അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സ് രണ്ട് നിലക്ക് ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഖുർആനും സുന്നത്തുമാകുന്ന വഹ്യാണ്. രണ്ടാമത്തേത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഓർക്കപ്പെടുന്ന, അവന്റെ അടുക്കൽ പരാമർശിക്കപ്പെടുന്ന സദസ്സായി പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സാണ്. ഈ രണ്ട് നിലക്ക് ഈ സദസ്സ് ആകാശബന്ധിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീനഹ വഗശ്യത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഒരു ചെറു സംഘം ആളുകൾ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽപ്പെട്ട ഒരു മസ്ജിദിൽ ഒരുമിച്ച് കൂടുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദീൻ ചർച്ച ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവർക്ക് ഇറങ്ങാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല. മലക്കുകൾ അവരെ പൊതിയാതിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾക്കിടയിൽ ഇവരെ കുറിച്ച് പറയാതിരിക്കുകയില്ല. അപ്പോൾ നോക്കൂ, ഇത്തരത്തിൽ ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി, കേൾക്കുന്നതിനു വേണ്ടി കൂടിയിരിക്കുക എന്നുള്ളത്. ഈ ഹദീസിൽ പറഞ്ഞ ശ്രേഷ്ഠതകൾ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ നിയ്യത്ത് നല്ല നിയ്യത്തായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. അമലുകളെല്ലാം പരിഗണിക്കപ്പെടുക, അത് സ്വീകരിക്കപ്പെടുക, അതിന് പ്രതിഫലം നൽകപ്പെടുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എല്ലാ ഓരോ വ്യക്തികളും അവൻ എന്താണോ നിയ്യത്താക്കിയത്, ഉദ്ദേശിച്ചത്, അതല്ലാതെ അവന് മറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് പ്രതിഫലം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ നമുക്ക് നല്ല നിയ്യത്ത് വേണം, ഇഖ്ലാസുള്ള നിയ്യത്ത് വേണം. നല്ല നിയ്യത്തുണ്ടെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കർമ്മല്ല, ഏത് കർമ്മാകട്ടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞത്, മാ അലജതു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. ഞാൻ എൻ്റെ നിയ്യത്തിനെ ശരിയാക്കുന്നത് പോലെ മറ്റൊരു കാര്യം ശരിയാക്കാനും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ലിഅന്നഹാ തതഖല്ലബു അലയ്യ. അതിങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, അത് വേറെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. ഒരു രൂപത്തിൽ ശരിയാക്കി കഴിഞ്ഞാൽ മറ്റൊരു രൂപത്തിൽ വീണ്ടും നിയ്യത്ത് മാറിപ്പോകും. അതുകൊണ്ട് നിയ്യത്തിനെ ഞാൻ ശരിയാക്കുന്ന വിഷയത്തിൽ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു വിഷയവും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും.
ആമുഖമായി എന്നോട് നിങ്ങളോടൊക്കെ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നീയത്തിന്റെ ശുദ്ധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ നീയത്ത് അത് ശരിയല്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തനം ചെയ്ത ആളുകൾ അവർ ഉപമ എന്ന് പറഞ്ഞാൽ കല്ലദി യംലഉ ജറാബഹു റംലൻ യുസ്ഖിലുഹു വലാ യൻഫഉഹു. അവന്റെ ഭാണ്ഡം, യാത്രയിൽ അവൻ ഉപയോഗിക്കുന്ന അവന്റെ ഉപകരണങ്ങൾ വെക്കുന്ന ഭാണ്ഡം നിറയെ അവൻ മണല് കോരിയിടുന്നവനെ പോലെയാണ്. ആ മണല് യാത്രയിൽ ഒരു നിലക്കും അവന് ഉപകാരം ഉണ്ടാവുകയില്ല, പക്ഷെ അത് മൊത്തം അങ്ങനെ വഹിച്ചു നടക്കേണ്ടി വരും. അതുപോലെയാണ് ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തിച്ചവന്റെ ഉപമ എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. നമ്മൾ ഇഖ്ലാസ് ഉള്ള ആളുകളാകുക. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെ നീയത്ത് നമ്മൾ പരിശോധിക്കുക. ഒരുപാട് നീയത്തുകൾ നമുക്ക് ഈ ഒരു സദസ്സിൽ നിന്ന് വെക്കാൻ പറ്റും. നമ്മളിവിടെ പള്ളിയിൽ ഇരിക്കുകയാണ്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന നീയത്ത് നമുക്ക് വെക്കാം. കുറച്ചു നേരമാണെങ്കിലും അള്ളാഹുവിന്റെ മസ്ജിദിൽ നമ്മൾ മാറിയിരിക്കണം, ദീൻ പഠിക്കണം, ഇഅ്തികാഫിന്റെ നീയത്ത് നമുക്ക് വെക്കാം. ഇവിടെ ഏകദേശം മഗ്രിബ് വരെ, അതല്ലെങ്കിൽ അസറിന് ശേഷം മഗ്രിബ് വരെ നമുക്ക് ദർസ് ഉണ്ടായിരിക്കും. ഓരോ നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റിബാത്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയ റിബാത്താണ് എന്നാണ്. അള്ളാഹുവിന്റെ ഇസ്ലാമിക രാജ്യങ്ങൾ അതിന്റെ അതിർത്തി കാക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയാ. അത്തരം ജിഹാദിനോളം മഹത്വമുള്ള ഒരു കർമ്മമായിട്ടാണ് നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നിസ്കാരത്തിന് ശേഷം അടുത്തൊരു നിസ്കാരം വരെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് അതവൻ നിസ്കാരത്തിലായിരിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൽമ് കേൾക്കുക, അത് മനസ്സിലാക്കുക, അങ്ങനെ ഒരുപാട് നിയ്യത്തുകൾ ഈ ഒരു ചെറിയ ഒരു അമൽ കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. അതിനോളം ഒരുപാട് പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിയ്യത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കാൻ പറ്റും. നിയ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിച്ചാൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം അത് പാഴായി പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിവിടെ കുറച്ച് സമയം ദീൻ പഠിക്കാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട മര്യാദകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഒരു മര്യാദയാണ് ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങൾ, ഇവിടെ പറയപ്പെടുന്ന ആയത്തുകൾ, ഹദീസുകൾ, ഇൽമിന്റെ മറ്റ് കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അത് ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അത് ഇൽമിനുള്ള ബഹുമാനമാണ്. അത് നമ്മളിവിടെ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും ഹദീസുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, പറയുന്നത്, സംസാരിക്കുന്നത്. ഖുർആനെയും ഹദീസിനെയും ബഹുമാനിക്കലാണത്, ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അവ്വലുൽ ഇൽമി അന്നിയ്യ. ഇൽമിന്റെ ഒന്നാമത്തെ പടി എന്നാൽ നല്ല നിയ്യത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സുമ്മൽ ഇസ്തിമാഅ്, പിന്നീട് നന്നായി കേൾക്കുക എന്നുള്ളതാണ്. സുമ്മൽ ഹിഫ്ള്, പിന്നെ അത് ഹിഫ്ളാക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി നന്നായി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ, അറിയാത്ത കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ അത് രേഖപ്പെടുത്തി വെക്കുക, എഴുതി വെക്കുക എന്നുള്ളത് നല്ലൊരു ഇൽമിനോടുള്ള മര്യാദയിൽപ്പെട്ടതാണ്. പിന്നീട് ഓർത്ത് വായിക്കുവാൻ, ഹിഫ്ളാക്കുവാൻ. നമ്മൾ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ ആ വാചകത്തിലുള്ളത് ഇൽമിന്റെ രണ്ടാമത്തെ പടി അത് ശ്രദ്ധിച്ച് കേൾക്കുക, മൂന്നാമത്തെ പടി ഹിഫ്ളാക്കുക എന്നുള്ളത്. ഹിഫ്ളാക്കണമെങ്കിൽ എന്ത് വേണം? എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ഹിഫ്ളാക്കാൻ പറ്റില്ല. നമ്മൾ കേട്ടു പോയി, പിന്നെ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകൂല. ഹിഫ്ളാക്കണമെങ്കിൽ, അത് ഓർത്തെടുക്കണമെങ്കിൽ അത് എഴുതി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. ഇൽമ് എന്നുള്ളത് ഒരു വേട്ടമൃഗത്തിനെ പോലെയാണ്.
വൽ കിതാബത്തു ഖൈദുഹു, എഴുതി വെക്കുക എന്നുള്ളത് ആ വേട്ടമൃഗത്തിനെ കെട്ടിയിടുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വേട്ടമൃഗത്തിനെ നിങ്ങൾ ഖയ്യിദ് സുയൂദുക ബിൽ ഹിബാലിൽ വാസിഖ, ശക്തമായ കയറുകൊണ്ട് നിങ്ങൾ ബന്ധിച്ചു വെക്കുക എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, നല്ല നിയ്യത്ത് ഉണ്ടായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. അതുപോലെ തന്നെ അത് എഴുതി വെക്കുക, അതിനുശേഷം പിന്നെ മുറാജഅ ചെയ്യുക, അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക, മനഃപ്പാഠമാക്കുക എന്നുള്ളതൊക്കെ നല്ല മര്യാദകളിൽപ്പെട്ട കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ കുറച്ചധിക സമയം ഇതിനു വേണ്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ വിഷയത്തിലേക്ക് വരാം. തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും തൗഹീദ് ശിർക്ക് ഒരുപാടായത് കേൾക്കുന്നു, നമ്മളൊക്കെ തൗഹീദ് അറിയുന്ന ആളുകളാണ്, ശിർക്കിനെ കുറിച്ച് ബോധമുള്ള ആളുകളാണ്, പിന്നെ എന്തിന് ഇത്തരം ആളുകളുള്ള സദസ്സിൽ തൗഹീദിനെ കുറിച്ച് ശിർക്കിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ സഹോദരങ്ങളെ, ഇത് ശൈത്താനിന്റെ വലിയ വഞ്ചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തൗഹീദ് കൂടുതൽ പഠിക്കുന്നതിന് ഒരു വിരക്തി ഉണ്ടാവുക എന്നുള്ളത് ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ അത് ശൈത്താനിന്റെ ഏറ്റവും വലിയ വസ്വാസാണ്. മുവഹിദുകളായ ആളുകൾക്ക് ബാധിക്കുന്ന ശൈത്താനിന്റെ ഒരു ചതിയാണത്, ഒരു കെണിയാണത്. എന്തിനാ നീ കുറെ തൗഹീദ് പഠിച്ചിട്ട് കുറെ കേട്ടതല്ലേ എന്നുള്ളത് അത് ശൈത്താൻ ഉണ്ടാക്കുന്ന തോന്നലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശുബ്ഹത്തുകൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശുബ്ഹത്തുകളിൽ പല സാധാരണക്കാരായ തൗഹീദുള്ള ആളുകളും പതറിപ്പോകുന്ന തരത്തിൽ ശുബ്ഹത്തുകൾ നമ്മൾ ഇന്ന് കാണുകയാണ്. ഇല്ല, ശിർക്കാണ് ചെയ്യുന്നത്, പക്ഷെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതാണ് തൗഹീദാണ് എന്നാണ്. ശിർക്ക് പഠിപ്പിച്ചിട്ട് ഇത് തൗഹീദാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു അവസരം, ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തൗഹീദ് കൂടുതലായി പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മംലക്കയിലെ, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ, മസ്ജിദുൽ ഹറാമിലെ, മസ്ജിദുൽ നബവിയിലെ പണ്ഡിതന്മാർ, അവർ ഷിർക്കിന്റെ ഒരു അടയാളം പോലും അവിടെ കാണാൻ സാധിക്കൂല, ഒരു ഷിർക്കിന്റെ ഒരു പുൽക്കൊടി പോലും അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുകളിൽ തൗഹീദ് നിരന്തരമായി വിശദീകരിച്ചുകൊണ്ടിരിക്കുക. കിതാബു തൗഹീദ്, ഖവായിദുൽ അർബ, അൽ ഉസൂലു സലാസ, കശ്ഫു ശുബ്ഹാത്ത്, ഇങ്ങനെ തുടങ്ങി തൗഹീദിന്റെ വിശദവും ചുരുക്കവും അടങ്ങുന്ന ഒരുപാട് കിതാബുകൾ അത് വിശദീകരിച്ച് പിന്നെയും വിശദീകരിക്കുകയാണ്. ഒരു വിശദീകരണം തീർന്നു കഴിഞ്ഞാൽ വിശദമായി പിന്നെയും വിശദീകരിക്കാൻ, വീണ്ടും ആദ്യം മുതൽ തുടങ്ങാണ്. ഒരു ശൈഖ് കഴിഞ്ഞാൽ അടുത്ത ഒരു പണ്ഡിതൻ. നോക്കൂ, ശിർക്ക് തീരെയില്ലാത്തൊരു നാട്ടിൽ അവിടുത്തെ ഉലമാക്കൾ ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. തൗഹീദുമായി ബന്ധപ്പെട്ട ദീനിലെ തെളിവുകൾ അത് എത്രത്തോളം ഹൃദ്യസ്ഥമാക്കി, അതല്ലെങ്കിൽ അത് കൃത്യമായി നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിർക്കുമായി ബന്ധപ്പെട്ട മസ്അലകൾ, വിവിധങ്ങളായ അടിസ്ഥാനങ്ങൾ, അത് പിന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിവോടുകൂടി ആരൊക്കെയാണ് കൃത്യമായി ലബത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം ജഹിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൗഹീദിന്റെ അടിസ്ഥാന പാഠങ്ങൾ, അതിന്റെ തെളിവുകൾ എത്രത്തോളം നമുക്കറിയാം. ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ തെളിവുകൾ നമ്മൾ എത്രത്തോളം കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, എത്രത്തോളം നമ്മൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ അജ്ഞത നമുക്ക് കൂടുതൽ
ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശിർക്ക്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു തൗഹീദിനെ ശിർക്കായും ശിർക്കിനെ തൗഹീദായും ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, ഇവിടെ ഉമ്മത്തിലെ പുരോഹിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉതിർത്തുവിടുന്ന തെളിവുകൾ, അതിന്റെ നിരർത്ഥകത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർ ശുബ്ഹത്തുകൾ, അതിന്റെ യാഥാർത്ഥ്യം, അവർ പടച്ചുവിടുന്ന സംശയങ്ങൾ, അവർ ഉണ്ടാക്കുന്ന ന്യായീകരണങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ ആ സംശയങ്ങളിൽ, അവരുടെ ശുബ്ഹത്തുകളിൽ, അവരുടെ അസത്യത്തിൽ, ബാത്തിലിൽ നമ്മൾ വഞ്ചിതരാകാതിരിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് തൗഹീദിനു വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവിടെ മാത്രം എന്ന് തന്നെ നമ്മൾ പറയണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനാണ് ജിന്നുകളെയും മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നല്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാൻ. മഹാനായ മുഫസ്സിർ, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതാണ് എന്ത്? അല്ലാഹുമ്മ അല്ലിംഹു അത്തഅ്വീൽ വഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഇദ്ദേഹത്തിന് ദീനിൽ ഫിഖ്ഹ് കൊടുക്കണേ, ഖുർആനിന്റെ വ്യാഖ്യാനം ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണേ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായി പിന്നീട് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളായി മാറിയ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി. മാത്രമല്ല അദ്ദേഹം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട അസ്ലുണ്ട്, അതറിയാത്ത ആളുകൾ രേഖപ്പെടുത്തി വെക്കണം. അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ ജാഅ ഫിൽ ഖുർആനി ഫീ കലിമത്തിൽ ഇബാദത്തി ഫഹിയ ബിമഅന തൗഹീദ്. വിശുദ്ധ ഖുർആനിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ് വഹിദു റബ്ബക്കും. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ് വിവരിക്കപ്പെടുന്നത്. അപ്പൊ തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന്റെ ഇബാദത്ത്, അള്ളാഹുവിന് മനുഷ്യന്മാർ നൽകുന്ന ഇബാദത്ത്, അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, സൃഷ്ടിപ്പ്, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഉപജീവനം കൊടുക്കുക, അതുപോലെ തന്നെ ലോകത്തിനെ നിയന്ത്രിക്കുക, അതൊക്കെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കുക. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അത് അള്ളാഹുവിന് മാത്രമാക്കുക. ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമാകുന്ന കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ തൗഹീദ് 3 ഇനങ്ങളാണുള്ളത്. ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അവനെ ഏകനാക്കുക. അഥവാ അള്ളാഹു മാത്രമാണ് റബ്ബ്,
റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് റിസ്ഖ് നൽകുന്നവൻ. അൽ ഖാലിഖ്, അർ റാസിഖ്, അൽ മുദബ്ബിർ, മറ്റു പല വിശേഷണങ്ങളും അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പണ്ഡിതന്മാർ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗഹീദു റുബൂബിയ്യ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഉപജീവനം നൽകുക എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് നിയന്ത്രിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് മരിപ്പിക്കുക, ജീവിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യയാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞത് എന്താണ്? അടിമകളുടെ പ്രവർത്തനങ്ങളായ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. രണ്ടാമത്തേത് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ ഹക്കായ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദു അൽ ഉലൂഹിയ്യ. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ അസ്മാകൾ, സിഫാത്തുകൾ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിന് യോജിക്കാത്ത കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ, അവന്റെ വിശേഷണങ്ങളെ നിഷേധിക്കാതെ, അതിനെ ദുർവ്യാഖ്യാനിക്കാതെ, അതിന് രൂപം പറയാതെ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ഇതാണ് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. ഇതാണ് തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ്യ, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ ഹക്കായ, അള്ളാഹുവിന്റെ അവകാശമായ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇത് മൂന്നും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട തൗഹീദിന്റെ ഇനങ്ങളാണ്. ഇതിനെ ചില ആളുകൾ എതിർത്തിട്ടുണ്ട്. തൗഹീദിന് അങ്ങനെ മൂന്ന് ഇനങ്ങളൊന്നുമില്ല, അത് നസ്രാണികൾ ത്രിയേകത്വം പറയുന്നത് പോലെയാണ്, അത് പിൽക്കാലത്ത് ഇബ്നു തൈമിയ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട അക്സാമുകളാണ്. ഇത് ഇങ്ങനെ മൂന്ന് ഇനങ്ങളാക്കി തിരിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്നുകൾ, നിസ്കാരത്തിന്റെ ഷർത്ത് 9 എണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് ഫുഖഹാക്കൾ ജനങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നതിന് വേണ്ടി അത് എണ്ണത്തിലാക്കിയതാണ്. അതുപോലെ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ പഠിച്ചതിന് ശേഷം അതിന് 3 ഇനങ്ങളാക്കി തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ തൗഹീദിന്റെ 3 ഇനങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉലമാക്കൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുൻപുള്ള പണ്ഡിതന്മാർ, ഇബ്നു മന്ദ, മുൻപുള്ള മുൻകാലക്കാരായ പണ്ഡിതന്മാരെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു പുതിയ ബിദ്അത്തൊന്നുമല്ല, ഖുർആനിലും ഹദീസിലും തെളിവുള്ള സ്ഥിരപ്പെട്ട കാര്യമാണ്. തൗഹീദിന് 3 ഇനങ്ങളുണ്ട് എന്നുള്ളത്. ഈ തൗഹീദിന്റെ 3 ഇനങ്ങളും വന്ന ആയത്താണ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി
ഹൽ തഅലമു ലഹു സമീയ. സൂറത്തു മറിയമിലെ ആയത്താണ്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളും അതിന്റെ ഇടയിലുള്ളതിന്റെയും റബ്ബ്. ഇവിടെ തൗഹീദുർ റുബൂബിയ്യ. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അതുപോലെ തന്നെ അവനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ക്ഷമിച്ച് നിലകൊള്ളുക. തൗഹീദുൽ ഉലൂഹിയ്യ. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് പേരുത്ത, അള്ളാഹുവിനോട് എല്ലാ തരത്തിലും യോജിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 3 ഇനങ്ങളും വിശുദ്ധ ഖുർആനിൽ തെളിവുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തൗഹീദിന് വേണ്ടിയാണ് ആകാശഭൂമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ തൗഹീദിന് വേണ്ടിയാണ് സ്വർഗവും നരകവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തൗഹീദിന് വേണ്ടിയാണ് മഹ്ശറും ഹിസാബും ജസാഉം എല്ലാം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഈ തൗഹീദാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ. ഈ തൗഹീദാണ് സ്വർഗത്തിന്റെ താക്കോൽ. ഈ തൗഹീദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അവൻ നരകത്തിൽ കാലാകാലം കിടക്കുകയില്ല. അവന്റെ വാസസ്ഥലം അത് സ്വർഗമായിരിക്കും. തൗഹീദുള്ള ഒരാൾ നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകൂല. ഇനി തൗഹീദ് എല്ലാ അർത്ഥത്തിലും ഒരുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന് ഹിസാബും ശിക്ഷയുമില്ലാതെ, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഇതാണ് തൗഹീദിന്റെ മഹത്വങ്ങൾ. ഈ തൗഹീദിന്റെ വിപരീതമാണ് ശിർക്ക് എന്നാൽ. ശിർക്കും തൗഹീദ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ശിർക്കും നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് നമ്മൾ ശിർക്കിനെ കുറിച്ച് പഠിക്കുന്നത്? ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. എന്തിനാണ് ആ തിന്മയെ കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ അതിൽ വീണു പോകാതിരിക്കാനാണ്. മാത്രമല്ല തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. ശിർക്ക് മനസ്സിലായാലേ തൗഹീദ് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു കാര്യത്തിന്റെ വിപരീതം മനസ്സിലാക്കിയാൽ അത് കൃത്യമായി ആ കാര്യം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ശിർക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹി. അല്ല, ഞാൻ ഷെറ് പഠിക്കുന്ന എന്തിനാ? ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ഷെറിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനാ? ഷെറ് ചെയ്യാനല്ല, മറിച്ച് ആ ഷെറ് സൂക്ഷിക്കാനാ. ഷെറിൽ നിന്ന് ഖൈറിനെ അറിയാത്തവൻ ചിലപ്പോൾ അതിൽ വീണുപോകും. അപ്പൊ ഷിർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്താണ് ഷിർക്ക് എന്ന് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സഹാബി ചോദിച്ചതായി കാണാം, അയ്യു ദംബി അഅ്ദം, എന്താണ് ഷിർക്ക് എന്നാണ് പറയാൻ പോകുന്നത്. അയ്യു ദംബി അഅ്ദം, ഏറ്റവും ഗുരുതരമായ തിന്മ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിന്നെ സൃഷ്ടിച്ചതിരിക്കെ അല്ലാഹുവിനെ നീ ഒരു സമര നിശ്ചയിക്കാനാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിൽ ഒരു പങ്കുകാരൻ നിശ്ചയിക്കുക, അള്ളാഹുവിനെ ഒരു നിദ്ദിനെ, ഒരു സമന നിശ്ചയിക്കുക, അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് മാത്രമായ പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ്. ആ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകതയിൽ അള്ളാഹുവിന് ഒരു തുല്യനെ ഉണ്ടാക്കുക, അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹ്. പണ്ഡിതന്മാർ ഷിർക്കിനെ പല രൂപത്തിൽ വിശദീകരിച്ച ഒരു വാക്ക് ഇങ്ങനെയാണ്, തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹ്. അള്ളാഹുവിന് പുറമുള്ള ആളുകളെ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുക. അതെല്ലാ വിഷയത്തിലും സാദൃശ്യപ്പെടുത്തണമെന്നില്ല, എല്ലാ വിഷയത്തിലും സമനാക്കണമെന്നില്ല. ഇബാദത്തിന്റെ വിഷയത്തിൽ അതാണ് പ്രത്യേകം പണ്ഡിതന്മാർ ഊന്നി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ പോലെ തന്നെ ഒരു അള്ളാഹ് എന്ന് വിശ്വസിക്കുക, അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇബാദത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു സമന നിശ്ചയിക്കുക, അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ.
നാളെ നരകക്കാർ അവർ ആരാധിച്ചിരുന്ന ആലിഹത്തുകളോട് നാളെ നരകത്തിൽ പറയുന്ന ഒരു വാക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അവർ ആരാധിച്ച ആലിഹത്തുകളോട് പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹു തന്നെയാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്താണ് അവർ ചെയ്ത വഴികേട്? നിങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു ദുനിയാവിൽ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തുല്യതപ്പെടുത്തിയപ്പോൾ. അപ്പൊ നിങ്ങളെ അള്ളാഹുവിനോട് തുല്യതപ്പെടുത്തുക, അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത്. എന്താണ് തുല്യതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? ഇബാദത്തിൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിൽ അള്ളാഹുവിനോട് നിങ്ങളെ തുല്യതപ്പെടുത്തുക, അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇത് മുഫസ്സിറുകളെല്ലാം വിശദീകരിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുസൂസിയത്തുകളിൽ, അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിനെ സമനം നിശ്ചയിക്കുക, അള്ളാഹുവിനോട് മറ്റുള്ള ആളുകളെ തുല്യതപ്പെടുത്തുക, ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഏതെങ്കിലും ഒരു കാര്യം അത് അവന്റെ അടിമകൾക്ക് ആരെങ്കിലും വകവെച്ചു കൊടുത്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകളിൽ അല്ലാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർക്കുക. ഉദാഹരണത്തിന് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുക, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുക, അവരെ ഭയക്കുക, അവരുടെ മേൽ ഭരമേൽപ്പിക്കുക, അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ശിർക്കിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഇത്തിഖാദു ശിർക്കി അവിൻ നിദ്ദി മഅ അല്ലാഹി ജല്ല വഅല ഫി റുബൂബിയ്യത്തി ഔ ഫിൽ ഇബാദത്തി ഔ ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു പങ്കാളി ഉണ്ടാക്കുക. അത് റുബൂബിയ്യത്തിന്റെ കാര്യത്തിൽ. റുബൂബിയ്യത്തിന്റെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ മറ്റുള്ള ആളുകളെ, ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ എങ്ങനെയാണ് അള്ളാഹുവിന് പങ്കു ചേർക്കുക? ഒരാൾ പറയാണ് CM മടവൂർ, അയാളാണ് ലോകം മൊത്തം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്ക് സംഭവിക്കണം. കാരണം ഇവിടെ തദ്ബീർ നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിഅലുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഫിൽ ഉലൂഹിയ്യ, ഇബാദത്തിൽ അള്ളാഹുവെ കാക്കണേ, അള്ളാഹുവെ എന്റെ രോഗം മാറ്റണേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂലെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, വഹീദ്ദീൻ ഷെയ്ഖെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇബാദത്തിൽ ശിർക്ക് സംഭവിച്ചു. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, ഇന്ന വലിയ അള്ളാഹു അറിയുന്നത് പോലെ അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും, ഉപ്പിന്റെ ഉള്ളിലുള്ളത് കാണുന്നത് പോലെ മനുഷ്യന്മാരെ ഹൃദയം കാണും, ഒക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടതാണ്. അപ്പൊ അതിൽ പങ്കു ചേർക്കുക. ഇങ്ങനെ തൗഹീദിന്റെ 3 ഇനങ്ങളിലും ശിർക്ക് സംഭവിക്കും. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. മുതഖദ്ദിമുകളായ, ആധുനികരല്ല, മുൻകാലക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അമ്മൽ ഇശ്റാഖു, ശിർക്ക് എന്ന് പറഞ്ഞാൽ വദഉൽ മഅബൂദിയ്യത്തി ഫീ ഗൈരില്ലാഹ്, പ്രത്യേകം ഊന്നി പറഞ്ഞ കാര്യമാണ്. മഅബൂദിയ്യത്ത്, ആരാധ്യത, ആരാധനക്കർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകളിൽ അള്ളാഹുവിൽ മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കുക. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ശിർക്ക്, ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരാത്ത തിന്മയാണ്. ഈ ശിർക്ക് ഒരുവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ
അവൻ കാലാകാലം നരകത്തിലാണ്. സ്വർഗം അവന്റെ മേൽ ഹറാമാണ്. അവന് നരകത്തിൽ ശാശ്വതനാണ്. ഈ ശിർക്ക് ഒരുവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ നന്മയും അതോടെ പൊളിഞ്ഞു പോകും. അവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ തിന്മ അത് ഈ ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്നാൽ അത് കടുത്ത തിന്മയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞത് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഷിർക്കിന് അർത്ഥം പറയുന്നിടത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നാണ്. അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അവർക്ക് സ്വയം തന്നെ കഴിവുണ്ട്, അള്ളാഹു കൊടുക്കാത്ത സ്വയം കഴിവ് അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് എപ്പോഴാണ് ഷിർക്കാവുള്ളൂ. ഇതൊന്നല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ഈ ഷിർക്കിന് രണ്ടിനമുണ്ട്. ഷിർക്ക് രണ്ടിനമുണ്ട്. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്. ഷിർക്കുൻ അക്ബർ എന്ന വലിയ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നത് പോലെ. ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്കുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷേ അത് വൻപാപങ്ങളെക്കാൾ ഗുരുതരമായ തിന്മയായിരിക്കും. അതിന്റെ പേരിൽ ചെറിയ ഷിർക്ക് എന്നുള്ളത് കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അത് വൻപാപങ്ങളെക്കാൾ ഗുരുതരമായ തിന്മയാണ്. പക്ഷെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഉദാഹരണത്തിന് റിയാ പോലെ, പ്രവർത്തനങ്ങളിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന റിയാ പോലെയുള്ള കാര്യങ്ങൾ, അത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾ കേവലം അവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരാളെ കുറിച്ച് അങ്ങനെ പറയാം. വാക്കിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതൊക്കെ ചെറിയ ഷിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷെ അത് വലിയ വൻപാപങ്ങളെക്കാൾ ഗുരുതരമായ തിന്മയാണ്. ഇതാണ് ഷിർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഷഹാദത്ത് കലിമ. അത് സാക്ഷ്യം വഹിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് സാക്ഷ്യം വഹിച്ച ഒരു മുസ്ലിമിൽ എങ്ങനെ ഷിർക്ക് വരാനാണ്? ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ആളുകൾക്ക് ഷിർക്ക് വരാനോ? അങ്ങനെ സംഭവിക്കുമോ എന്നിങ്ങനെ ആളുകൾക്കിടയിൽ അത്ഭുതപ്പെടുത്തി പറയുന്നതായി കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളിൽ ഷിർക്ക് വരില്ല എന്ന് അവർക്ക് നിർഭയത്വം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കാണാൻ സാധിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഷിർക്ക് വരുമെന്ന് അങ്ങേയറ്റം പേടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളുടെ കാര്യത്തിൽ, ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ചെറിയ ഷിർക്കിനെയാണ്. ചെറിയതായാലും വലുതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ മേൽ അങ്ങേയറ്റം ഷിർക്കിനെ പേടിച്ചിരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയ സ്വഹാബികൾ ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉത്തമ തലമുറയോടാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഷിർക്കിനെ പേടിക്കുന്നു എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ, ചില ഗോത്രങ്ങൾ മുശ്രിക്കീങ്ങളുമായി യോജിക്കാതെ, അവരുമായി ഐക്യത്തിലാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അപ്പൊ നമുക്ക് ഈ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീതാണിത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, വ ഇന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ വലാകിൻ അൻ അഖാഫു അൻ തനാഫസൂ ഫീഹാ. അല്ലാഹു തന്നെയാണ് സത്യം, എനിക്ക് ശേഷം നിങ്ങൾ ഷിർക്ക് ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഷിർക്ക് ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല,
ഷിർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ മത്സരിക്കുമോ എന്ന കാര്യം ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅതു ഹത്താ തുഅബദ ലാത്ത്. മുശ്രിക്കുകൾ മുൻപ് ആരാധിച്ചിരുന്ന ലാത്ത്, ഉസ്സ പോലെയുള്ള അവരുടെ ആലിഹത്തുകൾ അവർ പിന്നെയും ആരാധിക്കപ്പെടാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് ജനങ്ങൾക്ക് നിർഭയത്വം കൊടുക്കുന്ന ആളുകൾ അവർ ശിർക്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം താക്കീത് ചെയ്ത കാര്യമാണ്, അങ്ങേയറ്റം ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ പേടിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് പേടിക്കണം, ശിർക്കിൽ നിന്ന് അകലം പാലിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് തകർത്ത പ്രവാചകനാണ്. അദ്ദേഹം എന്താ പ്രാർത്ഥിച്ചത്? വജുനുബുനി വബനി അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹുവെ, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ നീ രക്ഷിക്കണേ. ഈ ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമായ ആൾക്ക് പിന്നെ ശിർക്ക് സംഭവിക്കില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ജനങ്ങൾ ശിർക്കിലേക്ക്, ശിർക്കിന്റെ മാർഗങ്ങളിലേക്ക് നയിക്കുന്ന ആളുകൾ പല രൂപത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ശുബ്ഹത്തുകൾ ജനങ്ങൾക്കിടയിൽ പടച്ചുവിടും. അവർ ഇബാദത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും, പ്രാർത്ഥനയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും, ഇലാഹ് എന്ന പദത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അവരെ ആശയക്കുഴപ്പങ്ങളിൽ തളച്ചിടും. ഇത് ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അംഗീകരിച്ചു കൊടുത്തത്. എത്രത്തോളം എന്നാൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കൽ അത് പാടില്ല, അത് ശിർക്കാണ്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ദുആ, എന്താണ് ഇബാദത്ത്, എന്താണ് ഇലാഹ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവർ എത്തിപ്പെട്ട പിഴവാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. എന്നാൽ അള്ളാഹു കൊടുക്കാത്ത അവർക്ക് സ്വയം തന്നെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ അത് ശിർക്കാവൂ എന്നാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്ന ഈ വാദത്തിന് എങ്ങനെയാണ് മറുപടി പറയാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് അള്ളാഹു കൊടുത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതാണ് ഇവരുടെ ന്യായം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഇവർ നിസ്കരിക്കുന്നില്ല? അള്ളാഹു കൊടുത്ത കഴിവാണ് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ളത്. അള്ളാഹുവിനെ പോലെ എല്ലാം സ്വയം കഴിയുന്നവനാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ആ മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഇവർ നിസ്കരിക്കുന്നില്ല. എന്തുകൊണ്ട്? നിസ്കാരം ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ത് പഠിപ്പിച്ചത്? ദുആഉം ഇബാദത്താണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉം ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
പ്രാർത്ഥന എന്നാൽ അത് ആരാധന തന്നെയാണ്. പ്രാർത്ഥന അത് ആരാധന, ഇബാദത്ത് മാത്രമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്നുള്ളത് അത് ആരാധന തന്നെയാണ്, അത് ആരാധന മാത്രമാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുക. അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുക. എന്നിട്ട് ഇബാദത്ത്, ഇതാണ് ഇബാദത്തിനായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങേയറ്റത്തെ വിനയും താഴ്മയും കാണിച്ചിട്ടാണ് ഇവിടെയുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് തേടുന്നത്, അവരോട് സഹായം തേടുന്നത്. അത് ഇബാദത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾക്കിടയിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇബാദത്ത് എന്നാൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും അത് വന്നു കഴിഞ്ഞാൽ അത് ഇബാദത്താകും. അങ്ങനെ തേടിയാൽ അത് ഇബാദത്താകും. ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ, വലിയനോട് സഹായം തേടുന്ന ആളുകൾ, അവരുടെ അവസ്ഥ പരിശോധിച്ചു നോക്കുക. നിസ്കരിക്കുമ്പോൾ നിൽക്കുമ്പോൾ പോലും ഇത്രയും വലിയ താഴ്മയും അതുപോലെ തന്നെ വിനയവും കാണാൻ സാധിക്കുകയില്ല. ഇത് ഇബാദത്തല്ലെങ്കിൽ പിന്നെന്താണ്? അപ്പൊ ആ പ്രാർത്ഥന ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രാർത്ഥന ഇബാദത്താണ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തും കൂടി ഓതിയിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. തൊട്ടടുത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ആരാണോ അഹങ്കാരം നടിക്കുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദരായി നരകത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നോക്കൂടെ, ഇബാദത്ത് എന്നുള്ളത് ദുആഇനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദുആ എന്നുള്ളത് ഇബാദത്താണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. ഇനി ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആഇന്റെ കാര്യത്തിലും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആളുകൾക്കിടയിൽ അവർ പടച്ചുവിടുന്ന ആശയക്കുഴപ്പങ്ങളാണിത്. ഇത് തൗഹീദുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേവലം ഒരു വിളിയാണോ? ഒരു ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക, അതിനാണോ പ്രാർത്ഥന എന്ന് പറയാം? ഒരു ഭർത്താവ് ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളെടുത്തു കൊണ്ടാ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? ഇല്ല, അത് സഹായത്തേട്ടമാണ്, പരസ്പരമുള്ള സഹായത്തേട്ടമാണ്. അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറും വിളിയല്ല, വെറും വിളിയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇൻദനാ മആശിറ അഹ്ലിസുന്ന അന്ന ദുആ ഹുവ ത്വലബു അലാ സബീലി തദർറുഅ. ദുആ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾക്കൊന്നും പ്രാർത്ഥന, ദുആ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ തഅരീഫ്, അതിന്റെ നിർവചനം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു നിർവചനം ഇല്ലാതെയാണ് അതൊക്കെ മനസ്സിലാക്കിയത്. എന്നാൽ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? താഴ്മയുടെ രൂപത്തിൽ ആവശ്യപ്പെടുക, താഴ്മയുടെ രൂപത്തിൽ ആവശ്യപ്പെടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. താഴ്മയുടെ രൂപത്തിൽ തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ താഴ്മയോടുകൂടി ആവശ്യപ്പെടുക. അത് മരിച്ചവരോടായാലും ജീവിച്ചിരിക്കുന്ന ആളുകളോടായാലും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ താഴ്മയോടുകൂടി ആവശ്യപ്പെടുക. അതാണ് ദുആ എന്ന് പറഞ്ഞാൽ. ഈ ദുആ ഇബാദത്താണ്. അത് അള്ളാഹുവിനോടല്ലാതെ പാടില്ല. ഇനി ഇവർ പറയുന്ന മറ്റൊരു ന്യായം എന്താ? ഞങ്ങൾ ദുആ ചെയ്യല്ല, പക്ഷെ ഞങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ്, ഞങ്ങൾ സഹായം തേടുകയാണ്. ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് ദുആയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ദുആ എന്നാൽ പ്രാർത്ഥനയാണ് എങ്കിൽ ഇസ്തിഗാസ ഈ ദുആയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസഘട്ടങ്ങളിൽ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആ പ്രയാസം
അത് തങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് തേടുക. അതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അത് ദുആ ആണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇസ്തസ്തഗീസൂന റബ്ബക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം താഴ്മയോടുകൂടി അങ്ങേയറ്റം വിനയത്തോടുകൂടി ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിച്ചു. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭമെന്നാണ്. അപ്പൊ നോക്കൂ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആ പ്രയാസം നീക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് തേടുക, അതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കൂ, ഞങ്ങൾ ദുആ അല്ല ചെയ്യണം, ഇസ്തിഗാസയാണ് ചെയ്യുന്നത്. ഇതൊരു മറ്റൊരു ന്യായമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അവർ പറയുന്ന മറ്റൊരു ന്യായമാണ്. അപ്പൊ മുഫസ്സിറുകളെല്ലാം ഇസ്തിഗാസയെ, ഈ പറഞ്ഞ ഇസ്തിഗാസയെ ദുആയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇത് ദുആ ആകുന്ന ഇസ്തിഗാസയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണ്ടൊക്കെ ഞങ്ങൾ ദുആ അല്ല ചെയ്യണം, ഇസ്തിഗാസയാണ് ചെയ്യുന്നതാണ് പറഞ്ഞു വന്നിരുന്നത്. പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ ആളുകളുടെ നേതാക്കന്മാർ തന്നെ, സമസ്തയുടെ നേതാക്കന്മാരിൽപ്പെട്ട ഖലീലുൽ ബുഖാരി അയാളെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാർ, അയാളുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി, അവരുടെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴൊക്കെ കൃത്യമായി തന്നെ ഞങ്ങൾ ദുആ ചെയ്തു പ്രാർത്ഥിച്ചു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ദുആ അത് പ്രാർത്ഥനയാണ്. അത് അല്ലാഹു അല്ലാത്ത ആളുകളോട് നടത്തിയാൽ അത് ശിർക്കാണ്. അപ്പൊ മുൻപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗാസ നടത്തുന്ന സഹായം തേടുന്ന ദുആ അല്ല. ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നില്ല, സഹായം തേടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ദുആ ചെയ്യുന്നു എന്ന് തന്നെ കൃത്യമായി പറയുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് വിലക്കിയ താക്കീത് നൽകിയ കാര്യമാണ്. വലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ്. പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. അല്ലാഹുവിന് പുറമെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്കൊരു കാര്യത്തിനും ഉത്തരം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ ആയത്തുകൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇതൊക്കെ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എത്രത്തോളം തെറ്റാണ് എന്ന് അല്ലാഹു വിശദീകരിച്ച ആയത്തുകളാണ്. ഇത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി നോക്കൂ സഹോദരങ്ങൾ, ജനങ്ങൾക്കിടയിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശുബ്ഹത്തുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്നുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മുടെ നാടുകളിൽ നടമാടുന്ന ശിർക്ക് അത് മക്കയിലെ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന അതേ ശിർക്ക് തന്നെയാണ്. അത് ഈ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ തങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് വാദിക്കുന്നതിന് വേണ്ടി മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം അത് കോട്ടിമാട്ടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരോടാണ്? അല്ലാഹുവിനെ അറിയാത്ത ആളുകളോടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിന്, അല്ലാഹുവിന്റെ കഴിവുകൾ അറിയാത്ത ആളുകളോടാണോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുന്ന, അല്ലാഹുവിന്റെ കഴിവുകളിൽ ചിലതെല്ലാം അംഗീകരിക്കുന്ന, ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ആളുകളായ മക്കയിലെ മുശ്രിക്കീങ്ങളോടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിക്കുക എന്നുള്ളത് അത് തൗഹീദ് മനസ്സിലാക്കാൻ
നമുക്ക് കൂടുതൽ സഹായകമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പിരിഞ്ഞു പോകും. ജാഹിലിയ്യത്ത് അറിയാത്തവൻ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ജാഹിലിയ്യത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ജാഹിലിയ്യത്ത്, അതിലെ അപകടങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൻ തഅലമ അന്നൽ കുഫാർ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖിറൂന ബിഅന്ന അല്ലാഹ ഹുവൽ ഖാലിഖ് അൽ മുദബ്ബിർ വഅന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എതിരിട്ട മക്കയിലെ മുശ്രിക്കുകൾ, കുഫാറുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇതാ മക്കയിലെ മുശ്രിക്കുകളെ വെള്ളപൂശുന്നു, അവരെ തൗഹീദിനാക്കുന്നു, അവരെ മുവഹിദുകളാക്കുന്നു എന്ന് പറയും. അങ്ങനെയല്ല. വഅന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം. ആ വിശ്വാസം ഉണ്ടായതുകൊണ്ട് അവരെ അത് ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അതുപോലെ തന്നെ അവർ ആ വിശ്വാസമുള്ളത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടില്ല. അവർക്ക് വേറെയും ഒരുപാട് വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ കുഫാറുകളാണ്. അവർക്ക് അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള വിശ്വാസം മാത്രമേ അവർ അംഗീകരിച്ചിരുന്നുള്ളൂ. അവർ കുഫാറുകളായിരുന്നു. അവർ ഖുർആനിനെ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ ബഅസിനെ, ഖിയാമത്ത് നാളിനെ നിഷേധിച്ചിരുന്നു. അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ അവർ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഉബൂദിയ്യത്തിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവർ ശിർക്ക് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവർ മുഅ്മിനീങ്ങളല്ല. പക്ഷെ അവർക്ക് ഈമാനിന്റെ ഒരു അസ്ലുണ്ടായിരുന്നു. അവർക്ക് ഈമാനിന്റെ ഒരു അസ്ലുണ്ടായിരുന്നു. പക്ഷെ ആ ഈമാൻ പൂർണ്ണമായ ഈമാൻ അല്ല എന്ന് മാത്രം. അവരുടെ ആ ഈമാൻ അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് ഇരുന്നാൽ അത് ആളുകൾക്ക് എളുപ്പമായി. തഫസ്സഹു ഫിൽ മജാലിസ് എന്നല്ല, കേറിയിരിക്കും. ബാറക്കല്ലാഹു ഫീക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിലല്ല അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തെളിവായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അമ്മ യംലികു സമഅ വൽ അബ്സാറ, ആരാണ് കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ആരാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ് എന്ന് പറയും. അപ്പൊ ഈ തരത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർക്കറിയാമായിരുന്നു. അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്തത്? എന്തിനാണ്? അതും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അന്നഹും യഖൂലൂന മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹിം ഇല്ലാ ലിതലബിൽ ഖുർബതി വശഫാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുവാൻ,
അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ അതിനു വേണ്ടിയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത്, അവർക്ക് ഇബാദത്ത് ചെയ്തത് എന്ന് അവർ പറയും. അതിനുള്ള തെളിവെന്താ? വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ ഞങ്ങൾ ഇലാഹുകളാക്കിയത്. കണ്ടില്ലേ, ഒരു ഇലാഹുകളാക്കിയെന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്കറിയായിരുന്നു അവരുടെ ആ ഇബാദത്തുകൾ കൊണ്ട് അവർ ആരാധിക്കുന്ന ആ കാര്യങ്ങൾ ഇലാഹുകൾ തന്നെയാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവരെ ഇലാഹുകളാക്കി സ്വീകരിച്ചത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞങ്ങളെ ഇവർ അടുപ്പിക്കുന്നതിനു വേണ്ടിയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ അവർ ആരാധിച്ചു. അല്ലാഹുവിന് പുറമെയുള്ള ആളുകൾ അവർക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ അവർ ഇബാദത്ത് ചെയ്തത് എന്തിനാണ്? വയഖൂലൂന, അവർ പറയും, ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നതിനു വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടുകയും അവരോട് ഇബാദത്ത് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശഭൂമികൾ പടച്ചത് എന്ന് ചോദിച്ചാൽ പറയും അള്ളാഹു ആണ് എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ തെൽബിയത്ത്, ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവർ ചെയ്തിരുന്ന തെൽബിയത്തിലും ഇത് വ്യക്തമാണ്. എന്താണ് അവർ തെൽബിയത്തിലുള്ളത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ, നിനക്ക് യാതൊരു ശരീക്കുമില്ല. പക്ഷെ ഇല്ലാ ശരീകൻ, ഒരു ശരീക്കുണ്ട്. ഹുവ ലക, ആ ശരീക്ക്, ആ പങ്കുകാരൻ നിന്റേത് തന്നെയാണ്. തംലികുഹു വമാ മലക, നീ അവനെയും ആ ശരീക്ക്, ആ പങ്കുകാരൻ ഉടമപ്പെടുത്തുന്നതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അഥവാ നീ കൊടുത്ത കഴിവ് തന്നെയാണ്, എല്ലാതും നിന്റേത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ആ പങ്കുകാർക്ക് ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവരോട് ദുആ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? നിന്നിലേക്ക് എത്തുന്നതിനു വേണ്ടി. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് കൃത്യമായി നമ്മൾ വിശ്വസിക്കണം. അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട്, അല്ലാഹു ആണ് അവരെയും ഉടമപ്പെടുത്തുന്നത് എന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതല്ലാതെ അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് സ്വയം അല്ലാഹു കൊടുക്കാത്ത അവർക്ക് സ്വതന്ത്രമായ ഒരു കഴിവുണ്ട് എന്ന് അവർ വാദിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹു ആണ് അവർക്ക് കഴിവുകൾ കൊടുക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അല്ലാഹു ഉണ്ട് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ അറിയാത്ത ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ നസ്സാണ്, ഖണ്ഡിതമായ ആയത്താണ്. വഇദാ ഗശിയഹും മൗജുൻ കബ്ബുലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വലിയ വലിയ തിരമാലകൾ വന്ന് അവരെ മൂടുമ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കും. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ അവരെന്ത് ചെയ്തിരുന്നു? അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്തിരുന്നു. അവർ അള്ളാഹുവിനോട് ഹജ്ജ് ചെയ്തിരുന്നു, അവർക്ക് നേർച്ച ഉണ്ടായിരുന്നു, അവർ നോമ്പ് നോറ്റിരുന്നു, ഇബാദത്തുകളൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? അവരെ ഇബാദത്തിൽ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ അവരെ ആലിഹത്തുകളായി ഇവർ സ്വീകരിച്ചു, അവരെ ഇലാഹുകളാക്കി. എങ്ങനെയാണ് ഇലാഹുകളാക്കിയത്? അവർക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ട്, അവരിലേക്ക് അവരോട് തേടപ്പെട്ട ആ പ്രാർത്ഥനയാണ് അവരെ ഇവരുടെ ഇലാഹുകളാക്കി മാറ്റിയിട്ടുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഇപ്പൊ നോക്കൂ, ഇവിടെ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന മൂലമാണ് അവർ ഇവരുടെ ഇലാഹുകളായി മാറിയത്. അതിന് എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത്
ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു ഇല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അതോടെ അയാളെ അവൻ ഇലാഹാക്കിയിരിക്കുന്നു. ഇവിടെ വല്ലദീന യദ്ഊന മിൻ ദൂനിഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിന് പുറമെ വിളിച്ചാരാധിക്കുന്നവർ. അപ്പൊ അവരോടുള്ള പ്രാർത്ഥനയാണ് അവരെ ആരാധ്യന്മാരാക്കിയിട്ടുള്ളത്. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂന, അവരൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞു, ദുആ എന്താണ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം പറഞ്ഞു, ശിർക്ക് എന്താണ് എന്ന് പറഞ്ഞു.